നമസ്തേ, ഞാൻ ശ്രീരേഖ. കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയർ ചാനൽ എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ മഴയുള്ള സമയമാണല്ലോ. മഴക്കാലത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ. സെറമാണിത്. അപ്പോൾ ശരിക്കും മഴക്കാലത്ത് നമ്മൾ ഒരുപാട് ടിപ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ, കട്ടിയുള്ള ടിപ്സൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അതായത് മുടി ഉണങ്ങണം. അതൊക്കെ വെച്ച് വാഷ് ചെയ്ത് കഴിയുമ്പോൾ മുടി ഉണങ്ങണം. ആ ഉണങ്ങുന്ന രീതിയിലുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ വേണം നമ്മൾ ഉപയോഗിക്കാൻ. അതേസമയം ഒരുപാട് എണ്ണയും ഒരുപാട് മാസ്കൊക്കെ തേക്കുമ്പോൾ കട്ടി കൂടിയിരിക്കും, എണ്ണ പോവാതെ. അപ്പോൾ ആ സമയത്ത് നമ്മൾ മുടി ഉണങ്ങാൻ ഇത്തിരി പ്രയാസമായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ഉണക്കം ഇല്ലാതെ ഇരിക്കുമ്പോഴത്തേക്കും മുടി പെട്ടെന്ന് കായി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ മഴക്കാലത്തെ എണ്ണകളൊക്കെ തേക്കുമ്പോൾ ശ്രദ്ധിക്കാം കേട്ടോ. തൊട്ടുപിടുത്താനേ പാടുള്ളൂ. ഒരുപാട് എണ്ണയാകുമ്പോൾ മുടി ഉണങ്ങാനും വിഷമമുണ്ടാവരുത് കേട്ടോ. അതേപോലെ വേണം, സൂക്ഷിച്ച് വേണം മുന്നോട്ട് പോകാനായിട്ട്. അതുപോലെ മാസ്ക് ആണെങ്കിലും നമ്മൾ അല്ലെങ്കിൽ രാവിലെ തേച്ചിട്ട് ഉണങ്ങുന്ന രീതിയിൽ ആയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഈവനിങ് ടൈമിലൊക്കെ മുടി ഇങ്ങനെ മാസ്ക് ഒക്കെ തേച്ച് വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം. മുടി ഉണങ്ങാനുള്ള ടൈം ഉണ്ടാവണം കേട്ടോ. അപ്പോൾ രാത്രി കാലങ്ങളിലൊക്കെ ഈ മാസ്ക് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കാം ഈ മഴക്കാലത്ത്. അപ്പോൾ ഞാൻ മഴക്കാലത്തും അതുപോലെ വേനൽക്കാലത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ളതെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ മുന്നോട്ട് പോകണം കേട്ടോ. പിന്നെ ഒരുപാട് പേർക്ക് സംശയമുണ്ട്, റോസ്മേരി എന്ന് പറയുന്നത് എന്താണ്, ലീഫാണോ, എന്താണ് സംഭവം എന്നറിയില്ല. അപ്പം നമ്മളിപ്പോൾ ചെന്നിട്ട് കടകളിലൊക്കെ ചെല്ലുമ്പോൾ റോസ്മേരി വേണമെന്ന് പറയുമ്പോൾ റോസ്മേരിയുടെ ഓയിലുണ്ട്, റോസ്മേരിയുടെ സെറമുണ്ട് കേട്ടോ. അപ്പോൾ അത് സെറമാണെങ്കിൽ നമ്മൾ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് തലമുടിയിലും തലമുടിയിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ നമുക്ക് തന്നെ ഉണ്ടാക്കാം. ഞാൻ ഇതിനു മുമ്പ് നമുക്ക് റോസ്മേരിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. റോസ്മേരിയുടെ ഇതാണ് കേട്ടോ റോസ്മേരി. ഉണങ്ങിയ ലീഫാണ് കേട്ടോ, ഉണങ്ങിയ ലീഫാണ് റോസ്മേരി. ഇതിന് നല്ല നല്ല വാസനയുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ആവശ്യത്തിന് 2-3 സ്പൂൺ ഇട്ടിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം എടുത്തിട്ട് അതിലിട്ട് തിളപ്പിച്ചിട്ട് ആറിയതിന് ശേഷം നമുക്ക് തലമുടിയിലും തലയോട്ടിയിലും തേക്കാം കേട്ടോ. ഒന്നില്ലെങ്കിൽ നമുക്ക് വിരലുകൊണ്ട് തേച്ച് പിടിപ്പിക്കാം, അല്ലെങ്കിൽ സ്പ്രേ ബോട്ടിൽ വാങ്ങിച്ചിട്ട് അതിലേക്ക് നിറച്ചിട്ട് സ്പ്രേ ചെയ്താൽ മതി. നമ്മൾ സ്പ്രേ ചെയ്തിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയണമെന്നില്ല കേട്ടോ. കുളിക്കുന്നതിന് മുമ്പാണെങ്കിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വാഷ് ചെയ്യാം. അതല്ല, ഞാൻ പറയുന്ന പോലെ ചിലപ്പോൾ നമ്മൾ ഇതുപോലെ ജെല്ലൊക്കെ തേച്ചിട്ട് ഉണങ്ങി കഴിഞ്ഞിട്ട് മുടി കെട്ടി വെക്കാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ റോസ്മേരിയുടെ സെറം നമുക്ക് ഇതുപോലെ സ്പ്രേ ചെയ്തിട്ട് അത് ഉണങ്ങിക്കഴിയുമ്പോൾ, മുടി ഉണങ്ങാൻ അനുവദിക്കാം. ഉണങ്ങിക്കഴിയുമ്പോൾ നമുക്ക് കെട്ടി വയ്ക്കാം കേട്ടോ. വാഷ് ചെയ്ത് കളയണമെന്നില്ല. പിറ്റേ ദിവസം നമ്മൾ കുളിക്കുമ്പോൾ പോയാലും മതി കേട്ടോ. അപ്പോൾ അതങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും സ്കാൽപ്പിലെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കും. അതുപോലെ ഫോളിക്കിൾസ് ഓപ്പൺ ആവും. നമുക്ക് ധാരാളം മുടി ഉണ്ടാവും കേട്ടോ. റോസ്മേരിയുടെ എണ്ണ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. പക്ഷേ എണ്ണ തേക്കുമ്പോൾ നമ്മൾ ഡയറക്റ്റ് തേക്കാൻ പാടില്ല. അത് ഡൈല്യൂട്ട് ചെയ്തിട്ട് തേക്കാവൂ കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഒരുതരം പൊള്ളലുണ്ടാവും. അപ്പോൾ നമ്മൾ തേക്കുന്ന ഏത് എണ്ണയാണോ അതിലെടുത്തിട്ട് അല്പം 4-5 ഡ്രോപ്സ് നമ്മൾ ഈ റോസ്മേരിയുടെ എണ്ണയും കൂടി ഇട്ടിട്ട് വേണം, ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം തേക്കാൻ കേട്ടോ. അല്ലെങ്കിൽ തേക്കുന്നിടത്തൊക്കെ നമുക്ക് പൊള്ളിച്ച പോലെ തോന്നും കേട്ടോ. ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഈ സമയത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാം. നമ്മൾ വീട്ടിൽ തന്നെ തിളപ്പിച്ചിട്ട് റോസ്മേരിയുടെ ഉണങ്ങിയ ലീഫ് കിട്ടും, അത് തിളപ്പിച്ചിട്ട് നമുക്ക് ആ വെള്ളം ആറ്റിയിട്ട് നമുക്ക് തേക്കാവുന്നതാണ് കേട്ടോ. ആഴ്ചയിൽ നമുക്ക് 3-4 പ്രാവശ്യമൊക്കെ തേക്കാം. ഈ സെറം ഇതുപോലെ സ്പ്രേ ചെയ്തിട്ട് തേക്കാവുന്നതാണ് കേട്ടോ. അതിനും കുഴപ്പമില്ല. പിന്നെ എണ്ണയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഡൈല്യൂട്ട് ചെയ്തിട്ട് നമുക്ക് തൊട്ടുപിടുത്തോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം കേട്ടോ. തലയോട്ടിലൊക്കെ തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ സ്കാൽപ്പിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കും. അതാണ് ഇതിൽ മെയിൻ ഈ റോസ്മേരി കൊണ്ടിട്ട് നമ്മൾ ഉള്ള ഗുണം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് മുടി വളരുന്നൊക്കെ പറയുന്നത് ഇത് കൊണ്ടിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു സെറമാണ്, എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സെറമാണ് കേട്ടോ. ഇനി സെറം കൂടാതെ ഞാൻ ഇതിനു മുമ്പ് കാണിച്ചു തന്നിട്ടുണ്ട് പാക്കല്ലേ. റോസ്മേരിയുടെ ലീഫ് എടുത്ത് കുതിർത്ത് വെക്കുക. അതുപോലെ ഇരട്ടിമധുരം എടുത്തിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് അരയ്ക്കാം. ഇത് പൊടിക്കാൻ പറ്റിയെങ്കിൽ നിങ്ങൾക്ക് പൊടിക്കാം, ഉണക്കി പൊടിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വെള്ളത്തിലിട്ട് കുതിർത്തി വെക്കാം. കുതിർത്തി വെച്ചിട്ട് ഇരട്ടിമധുരം കൂടി എടുത്തിട്ട് നമുക്ക് പാക്കായിട്ട് തേക്കുന്നത് ഞാൻ ഇതിനു മുമ്പ് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അങ്ങനെ മാറി മാറി തേക്കാവുന്നതാണ് കേട്ടോ. റോസ്മേരി തേക്കുന്നതുകൊണ്ട് ദോഷങ്ങളൊന്നുമില്ല കേട്ടോ.
ഇതുപോലെ നിങ്ങൾക്ക് ആവശ്യത്തിന് റോസ്മേരിയുടെ സെറമായിട്ട്, റോസ്മേരി എണ്ണയായിട്ടും, റോസ്മേരി പാക്ക് മറ്റുള്ള പാക്കിൻ്റെ കൂടെയൊക്കെ നിങ്ങൾക്ക് തേക്കാവുന്നതാണ് കേട്ടോ. നല്ല റിസൾട്ട് കിട്ടും. ഈ റോസ്മേരി ഉണങ്ങാത്തതും ചിലപ്പോൾ കിട്ടും കേട്ടോ. പച്ചമരത്തിനിടയിൽ കിട്ടുവാണ്. അത് അപൂർവം ഉണ്ടാവുള്ളൂ. മിക്കതും നമുക്ക് സ്റ്റോറുകളിൽ നിന്ന് വാങ്ങിക്കുന്നത് ഉണങ്ങിയ റോസ്മേരിയുടെ ലീഫായിരിക്കും കിട്ടുന്നത് കേട്ടോ. ഓൺലൈനാണെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇതെല്ലാം വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. സെറമായിട്ടും ഓയിലായിട്ടും ഇതുപോലെ ഡ്രൈഡ് ലീഫായിട്ടൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഇനി പച്ചയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ വേനൽക്കാലത്ത് മഴക്കാലത്തൊക്കെ ഉപയോഗിക്കുന്ന രീതിയിലുള്ളത് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ചെയ്ത് നോക്കാട്ടോ. നല്ല റിസൾട്ടാണ് എല്ലാവർക്കും. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. മഴക്കാലമാണ്, വളരെയധികം ശ്രദ്ധിക്കുക. പുറത്തേക്കൊക്കെ പോകുമ്പോൾ തിരിഞ്ഞ് വീഴാതെ നോക്കണം കേട്ടോ. നമ്മൾ വളരെ കെയർ ചെയ്തിട്ട് വേണം പോകാനൊക്കെ ആയിട്ട്. എപ്പോഴും പ്രാർത്ഥനയോടുകൂടി വേണം മുന്നോട്ട് പോകാനൊക്കെ ആയിട്ട് കേട്ടോ. ഇപ്പോൾ വളരെയധികം സന്തോഷമായിരുന്നുള്ളൂ. മുടി കൊഴിച്ചിലിനെ കുറിച്ചിട്ട് വിഷമിക്കില്ല കേട്ടോ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുടി വളരുകയും ചെയ്യും. അതുപോലെ മുടി കൊഴിച്ചിൽ നിൽക്കുകയും ചെയ്യും. എല്ലാ തരത്തിലും പലതരത്തിലുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് മാസ്കായിട്ടൊക്കെ. അപ്പോൾ അത് ചെയ്യാം. ഇനി ഒട്ടും സമയം കിട്ടാത്തവർ കറ്റാർവാഴ എങ്കിലും തേക്കണം കേട്ടോ. ഒന്നും തേക്കാതെ ഇരിക്കരുത്. നമ്മൾ എന്തെങ്കിലും കേട്ട് മുടിയിൽ എപ്പോഴും അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ അന്ന് പറഞ്ഞല്ലോ, നമുക്ക് അന്നന്ന് തേക്കുമ്പോഴത്തേക്കുള്ള റിസൾട്ട് നമുക്ക് പിന്നീടായിരിക്കും കിട്ടുന്നത്. അന്ന് എൻ്റെ അനുഭവം പറഞ്ഞല്ലോ. ഇതുപോലെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാസ്കും ജെല്ലും ഓയിലൊക്കെ ആയിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാരണം 2 ആഴ്ച ആയാലും ഒന്നും തേച്ചില്ലെങ്കിലും മുടി കൊഴിയില്ല, മുടി ജട വീഴില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ തേക്കുന്നതിൻ്റെ ഗുണം നമുക്ക് പിന്നീടും കിട്ടും കേട്ടോ. ഉടനെ തന്നെ കിട്ടണം എന്നില്ല. നമുക്ക് ഇതുപോലെ മുടി എപ്പോഴും ആ ഡ്രൈനെസ് ഒക്കെ മാറി എപ്പോഴും ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാനൊക്കെ നമുക്ക് ചാൻസ് ഉണ്ട് ഇതുപോലെ നമ്മൾ ചെയ്യുമ്പോൾ കേട്ടോ. അപ്പം നമ്മൾ വർഷങ്ങളായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്കിപ്പോൾ 2-3 ദിവസം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം എൻ്റെ അനുഭവമാണെങ്കിൽ 2 ആഴ്ച വരെ ഞാൻ അന്ന് പറഞ്ഞല്ലോ, ഞാൻ ഓയിൽ ഇട്ടില്ല, ഒരു മാസ്കും ചെയ്യാൻ പറ്റിയില്ല, ഒന്നും ചെയ്തില്ല. എന്നാലും മുടിക്ക് ഒരു കുഴപ്പമില്ലാതെ നിന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ടിരുന്നോളൂ. നിങ്ങളിങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ എന്തായാലും കിട്ടും കേട്ടോ. കിട്ടാതെ ഒരിക്കലും ഇരിക്കില്ല. അപ്പോൾ നമുക്ക് ഓരോ റിസൾട്ടും നമുക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കും. കാരണം ഇന്നത് കൊണ്ടിട്ടാണെന്നൊക്കെ കേട്ടോ. അപ്പം അതുപോലെ അതാണ് ഞാൻ പറയുന്നത്. എന്തായാലും നിങ്ങൾ ചെയ്യാം. ചിലവർക്ക് എല്ലാ ദിവസവും ചിലപ്പോൾ എന്തും ചെയ്യണമെന്നില്ല, ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പം നമ്മൾ കിട്ടുന്ന സമയങ്ങളൊന്നും പാഴാക്കാതെ നമ്മളുടെ ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകണം കേട്ടോ. അതാണ് ഞാൻ ഇത്രയ്ക്കും ഉറച്ച് നിങ്ങളോട് പറയാൻ കാരണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. നല്ലൊരു അടുത്ത വീഡിയോയിലായിട്ട് കാണാം.